നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഒരു കാര്യമാണ്. എൻ്റെ ഫസ്റ്റ് ടൈം കേരളയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള എൻ്റെ എക്സ്പീരിയൻസൂടെ നിങ്ങളോട് പങ്കുവെക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മാസം ആവാൻ പോയത്. ഈ ഇലക്ഷനുടെ സിമ്പിൾ ഈ നഖം റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. സോ ആ എക്സ്പെരിമെൻറ്റ് കൂടിയാണ് ഇത്. ഈ നഖം എത്ര നാൾ വെച്ചതായിരുന്നു, പ്ലസ് ഈ വോട്ടുടെ സൈൻ. ഞാനിവിടെ കേരളയിൽ വന്ന് വോട്ട് ചെയ്തത് അതുകൂടെ ഒരു സൈനാണ്. സോ ഞാൻ കേരളയിൽ ഓൾമോസ്റ്റ് 20 വർഷം കാലിൽ കൂടുതലായിട്ട് ഇരിക്കുകയാണ്. ഞാൻ വന്നായിരുന്നു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ് എൻ്റെ കൂടുതൽ സമയം. അവിടെയാണ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു പ്രീച്ചർ, കൗൺസിലർ, പ്ലസ് മ്യൂസിഷ്യൻ, പ്ലസ് കോർഡിനേറ്റർ കൂടിയായിരുന്നു അവിടെ. ഈ ഓൾമോസ്റ്റ് ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ഡിവൈനിൽ നിന്ന് പുറത്ത് വന്നത്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഈ യൂട്യൂബായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്ലസ് കൗൺസിലിംഗ് അങ്ങനെ രീതികൾ കൂടെ ഉണ്ട്. പക്ഷേ ഈ ഇലക്ഷനൂടെ ഇതൊരു എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എനിക്ക് കുറച്ച് ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു രോഗമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫ്രീ മൂവ്മെൻറ്റ് ഇല്ല. എനിക്ക് സാധാരണ ആൾക്കാർ മൂവ് ചെയ്യുന്നത് പോലെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ലൈഫാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ വോട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫുൾ ശ്രമിച്ചിട്ട് ഞാൻ പോയതാണ് വോട്ട് ചെയ്യുമ്പോൾ. എൻ്റെ വോട്ടിംഗ് പ്രോസസ്സ് വളരെ പീസ്ഫുൾ, വളരെ സ്മൂത്തായിട്ട് പോയായിരുന്നു. ഒരു പ്രശ്നമില്ല. ഞാൻ വോട്ട് പോകുമ്പോൾ എനിക്ക് ഒരു ഡ്രൈവർ വന്നു വണ്ടിയിൽ എന്നെ കയറ്റി വളരെ എനിക്ക് കംഫർട്ടബിളി ആയിട്ട് എടുത്തുകൊണ്ട് പോയി. അവിടെയും ആൾക്കാർ, ആ ബൂത്ത് ഇവിടെ ഏജൻറ്റ്, പിന്നെ BLR, അങ്ങനെ പിന്നെ ചില ആൾക്കാർ, പാർട്ടിയുടെ ആൾക്കാർ, അങ്ങനെ എല്ലാവരും, പ്ലസ് അവിടെ ഉള്ളവർ എല്ലാവരും വളരെ സഹായിച്ചു. അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇരുത്തി. പിന്നെ അവിടെ എന്നെ അല്ലാത്തന്നെ എന്തോ ഒരു വാക്കറുണ്ട്. ഈ വാക്കർ പിടിച്ചുകൊണ്ട് എനിക്ക് നടക്കണം. എല്ലാ രീതിയിൽ എനിക്ക് സഹായിച്ചു. പിന്നെ എനിക്ക് ഈ ചെയർ മാത്രമല്ലേ ഇരിക്കാൻ പറ്റും, വേറെ ചെയറിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ബോഡിയുടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഈ ചെയറും അവർ കൊണ്ടുപോയി അവിടെ വെച്ചു. എന്നെ അവിടെ ഇരിക്കാൻ വേണ്ടി എനിക്ക് ഇത് ചെയ്തു. പ്ലസ് ഇമ്മീഡിയറ്റ്ലി എൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. അവിടെ ഞാൻ കാണുമ്പോൾ ഒരു ലേഡിയാണ്, ഹൂസ് ദ പ്രിസൈഡിങ് ഓഫീസർ. ആ ബൂത്തുടെ പ്രിസൈഡിങ് ഓഫീസർ ഞാൻ പരിചയപ്പെട്ടു. പേഴ്സണലായിട്ടൊന്നും കാര്യമില്ല, ഈ വോട്ടിങ്ങിയുടെ കാര്യം മാത്രം ആയിട്ട് സംസാരിച്ചു. പക്ഷേ ആ ലേഡിയുടെ സംസാരം, ആ ലേഡിയുടെ ഒരു പേഴ്സണാലിറ്റി കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ബിക്കോസ് സംസാരിക്കുന്ന രീതി, പുള്ളി എൻ്റെ കൂടെ ഇംഗ്ലീഷിൽ സംസാരിച്ചു, വെരി ഫ്ലുവൻ്റിലായിട്ട് സംസാരിച്ചു. പിന്നെ ചിലപ്പോൾ ഇനി ഹൈ റാങ്കിങ് ഒഫീഷ്യൽ ആവാം ഗവൺമെൻറ്റോടെ, അല്ലെങ്കിൽ ടീച്ചർ, അല്ലെങ്കിൽ പ്രൊഫസർ, ആ ഒരു കാറ്റഗറിയിൽ ആയിരിക്കും ആ വ്യക്തി. പക്ഷേ ആ ലേഡി എന്നെ കൂടെ സംസാരിച്ച് വലിയൊരു ഇംപ്രഷൻ എൻ്റെ മേലെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ഇംപ്രഷൻ മലയാളി സൊസൈറ്റിയുടെ കുറിച്ച്, മലയാളിയുടെ ലൈഫിനെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ ഒരു ഹൈ ഒപ്പീനിയനായി. സോ ഇത് പറയാൻ കാരണമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കുറിച്ച് പോയാൽ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാം. സോ ഞാൻ പഠിച്ചത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടെ മെജോറിറ്റി ഓൾമോസ്റ്റ് 50%, ചില ബാച്ചസിൽ 50% കൂടുതലാണ് മലയാളീസ് ഉണ്ടായിരുന്നു അവിടെ. സോ അവിടെ എത്ര മലയാളീസ്, ഈ കാൽക്കട്ടയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ എത്ര മലയാളീസ് വരാൻ കാരണമാണ് അവിടെ പഠിച്ചാൽ പെട്ടെന്ന് തന്നെ വിദേശത്തിൽ പോകാൻ പറ്റും, ഫോറിൻ, ബിക്കോസ് സർട്ടിഫിക്കേഷൻ ഈസ് ഫ്രം ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ അതുകൊണ്ട് മിക്കവാറും അവിടെ മലയാളീസ് വന്നിട്ട് അവിടെ പഠിച്ചിട്ട് ഒരു 3.5-4 years അങ്ങനെ കോഴ്സാണ് പഠിച്ചിട്ട് അവിടെ വിദേശത്തിൽ പെട്ടെന്ന് ജോലി കിട്ടി പോകാനായിട്ട് ആ സമയം 90s കാര്യം പറയുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ മലയാളീസ് ബോയ്സും പ്ലസ് നമ്മുടെ ബംഗാളിലുള്ള വ്യക്തികളുടെ മൈൻഡ് സെറ്റ് വ്യത്യാസമുണ്ട്. ഇവർ ഭയങ്കര എഗ്രസീവ്, മലയാളീസ് ഭയങ്കര എഗ്രസീവ് ആയിരുന്നു. ലൈഫിൽ മുന്നോട്ട് പോകുന്നതും ഭയങ്കര എഗ്രസീവ് ആയിരുന്നു. നമ്മൾ അത്ര റിലാക്സ്ഡ് ആണ്, അത്ര ഒന്ന് ഹാർഡ് ആയിട്ട്
അഗ്രസീവായിട്ട് ജീവിതമില്ല, വെരി റിലാക്സ്ഡ് ലേഡ് ബാക്ക് ലൈഫാണ്. പക്ഷെ മലയാളീസ് ഭയങ്കര അഗ്രസീവാണ്. സോ അപ്പോൾ എനിക്ക് കേരളനെ കുറിച്ച് അപ്പോൾ ഒന്നും അറിവില്ലായിരുന്നു. പക്ഷേ ഈ മലയാളീസ് പയ്യന്മാർ എൻ്റെ കൂടെ ബാച്ച്മേറ്റ്സിനെ അവരെ കൂടി കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, അത് നമ്മൾക്ക് ഒരുമിച്ചായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഇത് വരില്ല. ബിക്കോസ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്, റിലാക്സ്ഡ് മൈൻഡ് സെറ്റ്, ഇവരുടെ മൈൻഡ് സെറ്റ് ഭയങ്കര അഗ്രസീവാണ്. സോ അപ്പോൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഡിവിഷൻ ആയിട്ട് ആയിരുന്നു ആ സമയം. അപ്പോൾ ആ സമയത്തിൽ ഇവരെ മലയാളി ബാച്ചിന് പയ്യന്മാർ കുറച്ച് ഒരു ലൈക്ക് ഒരു ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ ഇമോഷണലി ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞാനാണ്. അപ്പോൾ 1-2 പേരുണ്ട്, അവർ കൂടെ കൂടുതലായിട്ട് ഒരു ക്രിറ്റിസിസം ചെയ്യായിരുന്നു ഈ മലയാളി സൊസൈറ്റി, പിന്നെ മലയാളി ആയിട്ട് ആൾക്കാരനെ, കേരളയുടെ നാട്, അങ്ങനെ ഒരു ക്രിറ്റിസൈസ് ആയിട്ട് ഇവർക്ക് ചെയ്യായിരുന്നു. ആ ക്രിറ്റിസിസമിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരുന്നു ഈ മലയാളം മൂവീസായിട്ട്. ആ സമയത്തിൽ നമ്മുടെ നാട്ടിലെ ഈ സോഫ്റ്റ് പോർണോഗ്രാഫി ആയിട്ട് അത്ര ഇല്ലായിരുന്നു. ആ സമയത്തിൽ റെസ്ട്രിക്റ്റഡ് ആണ്, ഇപ്പോൾ പോലെ ഇല്ലായിരുന്നു. പക്ഷേ ഈ മലയാളം മൂവീസായിട്ട്, സോഫ്റ്റ് മൂവീസായിട്ട് അവിടെ റിലീസ് ആയിരുന്നു. ഈ 12 o'clock ഷോ, ഉച്ചയ്ക്ക് 12 o'clock ടു മാറ്റിനി ഷോക്ക് മുമ്പ് ഒരു ഷോ അവർ കേട്ടും. അതാണ് ഈ മലയാളം മിക്കവാറും ഈ മലയാളം മൂവീസ് ഡബ്ഡ് ഇൻ ടു ഹിന്ദി ആയിട്ട് 1990s സമയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. സോ ഈ മൂവീസുടെ പോസ്റ്റേഴ്സ്, ഈ മൂവീസ് ചില നമ്മൾ കണ്ടിട്ട് നമ്മൾക്ക് സ്റ്റുഡൻസായി ഒരുമിച്ചായിട്ട് പോവായിരുന്നു ഫിലിം കാണാൻ. പിന്നെ അതിനെ ബേസായിട്ട് ഇവരെ ഭയങ്കരമായിട്ട് കളിയാക്കാർ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം പറഞ്ഞു, ഇതെന്താ നിങ്ങൾ നാട്, മലയാളം കൾച്ചർ, മലയാളി കൾച്ചർ എങ്ങനെയാണ്, ഇതാണ് നിങ്ങളുടെ ഇത് ഫുൾ ലസ്റ്റ്ഫുൾ, ഇതാണ് ഫുൾ സെക്ഷൽ ലേഡീസ്. അവിടെ ആ ഹീറോയിനെ കണ്ടിട്ടാണ് നമ്മുടെ ഈ മലയാളം സൊസൈറ്റിയുടെ ഒരു ഇംപ്രഷൻ അങ്ങനെ ആയിരുന്നു. മലയാളി പെണ്ണുകൾ ഇങ്ങനെയാണ്, കേരളയുടെ ആൾക്കാർ ഇങ്ങനെയാണ്. സോ അങ്ങനെ വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ഇല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് ഈ മലയാളി പയ്യന്മാരെ ഒത്തിരി കളിയാക്കാർ ആയിരുന്നു. സോ ബിക്കോസ് നമ്മൾക്ക് 2 ഗ്രൂപ്പായിരുന്നു, ഈ ഒരു ഭയങ്കര അഗ്രസീവ്, നമ്മുടെ റിലാക്സ്ഡ്. സോ അത് ഒരു ഫ്രിക്ഷനിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അല്ല ഒരുമിച്ച് നമ്മൾ ഒരു ബാച്ച്മേറ്റ് വളരെ യൂണിറ്റി ആയിരുന്നു, ഒരുമിച്ചായിട്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിയാക്കാൽ സമയത്തിൽ ഇങ്ങനെ ഒരു ടീസിങ്, ഒരു മോക്കിങ്, ഫ്രണ്ട്ലി മോക്കിങ്, അങ്ങനെ ആകുമ്പോൾ ഈ ഫിലിമിനെ കുറിച്ച് ഞാൻ അതിനെ എടുത്തിട്ട് ബേസായിട്ട് പറയായിരുന്നു. സോ അപ്പോൾ എൻ്റെ ആ ഒരു ബാച്ച്മേറ്റ് ഉണ്ട്, അവനാണ് കൂടുതൽ ടാർഗറ്റഡ് ആയിരുന്നു. അവനാണ് ഏറ്റവും അഗ്രസീവ്, അല്ലാത്തതിനേക്കാളിൽ അദ്ദേഹമാണ് വളരെ അഗ്രസീവാണ്. സോ ആ പുള്ളി എടുത്ത് ഞാൻ പറയാറുണ്ട്, ഇതാണ് ഈ നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ കൾച്ചർ ഇങ്ങനെയാണ്. സോ അപ്പോൾ ആ പുള്ളി എല്ലാ സമയം പറയായിരുന്നു, തും കേരള ആക്കി ദേഖോ. അതും അവിടെ വന്ന് ഹിന്ദി പഠിച്ചതാണ്. സോ ബിക്കോസ് ഹിന്ദി ഇല്ലെങ്കിൽ അവിടെ ആ ഭാഗത്തിൽ അത്ര ഇത് സ്മൂത്ത്ലി ആയിട്ട് പോവില്ല. ബിക്കോസ് ആ ഫുൾ ഏരിയ മിക്കവാറും ഈ നോർത്ത് ഇന്ത്യൻസ്, ഈവൻ ബംഗാളീസ് കുറച്ച് തന്നെ ആയിരുന്നു. സോ അപ്പോൾ ഈ പയ്യൻ എപ്പോൾ പറയാറുണ്ടായിരുന്നു, തും കേരള മേ ആക്കെ ദേഖോ, കേരള മേ ആക്കെ ദേഖോ. പിന്നെ പുള്ളി പറഞ്ഞ ഫിലിം സബ് തും ലോഗ് കെ ലിയെ ബനായ ജാതാ, മീൻസ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫിലിം ഉണ്ടാക്കുന്നത്, നമ്മുടെ നാട്ടിൽ ആര് കാണാറില്ല, അങ്ങനെ ആയിട്ട് പറഞ്ഞായിരുന്നു. സോ അപ്പോൾ പിന്നെ ദൈവങ്ങളുടെ പദ്ധതി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കേരള വരും പറഞ്ഞിട്ട്. കേരളയിൽ എനിക്ക് ജീവിക്കാൻ ഇവിടെ സെറ്റിൽ ആവാനായിട്ട് ഒരു തോട്ട് ഇല്ലായിരുന്നു. പക്ഷേ അത് ദൈവം ഹിതം പ്രകാരം, ദൈവമുടെ ഒരു പദ്ധതി പ്രകാരം ഞാൻ ഇവിടെ കേരളയിൽ വന്നു. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 20 years ആയി. 20 years ആയിട്ട് ഈ സൊസൈറ്റിനെ ഞാൻ പഠിച്ചു. ബിക്കോസ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അവിടെ സെർവ് ചെയ്യുമ്പോൾ കേരള മുഴുവൻ ആൾക്കാർ അവിടെ വരാറുണ്ട്, ഏത് ഡിസ്ട്രിക്റ്റ്. ഈവൻ ബംഗാളിനെ കുറിച്ച് എനിക്ക് അത്ര അറിവില്ല, കേരളനെ കുറിച്ച് ഞാൻ പഠിച്ചു. ബിക്കോസ് എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെ ആൾക്കാർ, ഓരോ ആഴ്ച പുതിയ ആൾക്കാർ. മലയാളം സെക്ഷൻ ആവുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ആയിരുന്നു. ഞാൻ ഇംഗ്ലീഷ് സെക്ഷനിലായത് കാരണം അത്ര പരിചയം അത്ര കൂടുതലില്ല. പക്ഷെ എന്നാലും ഓരോരോ വീക്കിലെ പുതിയ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ, ആളിനെ അറിയാൻ, പുതിയ സ്ഥലങ്ങളിനെ കുറിച്ച് കേൾക്കാൻ, അങ്ങനെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി.
അത് കിട്ടിയ ശേഷം എൻ്റെ ഒരു കേരളനെ കുറിച്ച് അഭിപ്രായം ഒരു വലിയ ഒരു പോസിറ്റീവ് അഭിപ്രായമാണ്. എനിക്ക് വളരെ ഈ കേരള നാട് വളരെ ഇഷ്ടമാണ്. ഈ മലയാളി കൾച്ചർ, മലയാളി വേ ഓഫ് ലൈഫ്, കേരള നാട്ടിൽ ജീവിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ കുറേ ആൾക്കാർ എൻ്റെ വളരെ ഫ്രണ്ട്സ് അല്ല ഇപ്പോൾ മിക്കവാറും മലയാളീസ് തന്നെയാണ്. സോ ഇപ്പോൾ ഞാൻ ആ ഒരു ബോധ്യം, ഈ സൊസൈറ്റിയുടെ നന്മ, ഈ സൊസൈറ്റിയുടെ ഒരു ഗുഡ്നെസ്, ഈ സൊസൈറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡ് അല്ല എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഞാൻ ഈ വോട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത് ഒരു ഉത്തരവാദിത്വം, ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഈ വോട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഇതിക്ക് മുമ്പ് പല ടൈം വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ പാർട്ടീസ്ക്കും BJPക്ക് ഒരു പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുണ്ട്, CPMന് വോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ വോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഈ സൊസൈറ്റി, ഈ സ്റ്റേറ്റ്, ഈ ജനങ്ങൾക്ക് കൂടിയായിട്ട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. സോ എൻ്റെ മലയാളീസ് കൂടെ പരിചയം കുറേ എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫ് മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ റിയൽ പേഴ്സണൽ ഇൻറ്ററാക്ഷൻ അവരുടെ ഞാൻ കല്യാണം കഴിച്ചത് കൂടെ ഒരു മലയാളിയാണ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് അത് എനിക്കൊരു കൂടുതൽ അവെയർനെസ്, എനിക്കൊരു ബോധ്യം, ഒരു നോളജ് ഈ മലയാളി വ്യക്തികൾ കൂടി, ഈ സൊസൈറ്റി കൂടി, ഈ സ്റ്റേറ്റ് കൂടി. അപ്പോൾ ഞാൻ ഈ വോട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം അത് എൻ്റെ സ്വന്തം ഏറ്റു. ബിക്കോസ് ഇഫ് ഐ മേക്ക് എ ചോയ്സ്, ഞാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എല്ലാത്തിനും എഫക്റ്റ് ആവും. ചിലപ്പോൾ ഒരു വോട്ട് തന്നെയാണ്, പക്ഷെ ആ ഒരു വോട്ട് തന്നെ അത് ചുമ്മാ അങ്ങനെ ഒരു സെൻസ്ലെസ് ആയിട്ട് ഒരു തോട്ടിൽ ചിന്തിക്കാതെ ഒരു എക്സസൈസ് എനിക്ക് ഇഷ്ടം ഇങ്ങനെ വന്നു. എനിക്ക് എൻ്റെ പ്രയോറിറ്റീസ്, എൻ്റെ ബയസസ്, എനിക്ക് ചിന്ത ഇത് നല്ലതാ അത് നല്ലതാ, അങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്ത് അതെല്ലാം മാറ്റിയിട്ട് ഒരു ലേണഡ് ഡിസിഷൻ, ഒരു ഇൻഫോംഡ് ഡിസിഷൻ, ഒരു സെൻസിബിൾ ഡിസിഷൻ, ഒരു ലോജിക്കൽ ഡിസിഷൻ, ഒരു റാഷണൽ ഡിസിഷൻ, ഒരു നന്മ സത്യത്തിൽ നിൽക്കുന്ന ഒരു ഡിസിഷൻ ആയിട്ട് എടുക്കേണ്ടി വന്നു ആ വോട്ടിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ഈ ഒരു വോട്ട് ഈ നാടിലെ ഈ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുവോ? ഈസ് ഇറ്റ് ഗോയിങ് ടു ഫേവർ ഓർ ഈസ് ഇറ്റ് ഗോയിങ് ടു ബി ഡിസ്ഫേവർ? ഈസ് ഇറ്റ് ഗോയിങ് ടു പ്രൊഡ്യൂസ് എൻ അഡ്വാൻറ്റേജ്? എൻ്റെ വോട്ട് എവിടെ പോയാൽ ജനങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആവും, എവിടെ പോയാൽ ഇത് ഡിസഡ്വാൻറ്റേജ് ആവും? ആ ചിന്ത വെച്ചിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്തത്. സോ ഈ ഒരു വോട്ട് തന്നെയാണ്, പക്ഷേ ഇത് അത്ര ലൈറ്റ്ലി എടുക്കാൻ പാടില്ല. എല്ലാവരും ഏത് ഇലക്ഷനിലായാലും ഓരോ വ്യക്തി ചിന്തിക്കണം, ഇത് എൻ്റെ ഓൺ ഒപ്പീനിയൻ ഇല്ല, എൻ്റെ ഓൺ ഡിസയേഴ്സ് ഇല്ല, എൻ്റെ ഓൺ ലൈക്കിങ്, എനിക്ക് എൻ്റെ ഇഷ്ടം, എൻ്റെ പൊളിറ്റിക്കൽ കണക്ഷൻ അങ്ങനെ എല്ലാവരും പാർട്ടി വർക്കേഴ്സ് ഇല്ലല്ലോ. മിക്കവാറും ആൾക്കാർ സാധാരണ ആൾക്കാർക്ക് ഈ ഒരു വോട്ട് ഇടുമ്പോൾ ചിന്തിക്കണം, ഞാൻ ഒരു വോട്ട് ഇടുമ്പോൾ ഈ നാട് ഇവിടെ പ്രോഗ്രസ്, ഈ ജനങ്ങളുടെ പ്രോഗ്രസ്, ഈ ജനങ്ങളുടെ കഷ്ടപ്പാട് ഇല്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ ഈ ജനങ്ങൾ 5 വർഷം മുമ്പ് നല്ലപോലെ സ്പീഡായിട്ട് മുന്നോട്ട് പോകാൻ. എൻ്റെ റോങ് ഡിസിഷൻ ആയാൽ പിന്നെ ആ സ്പീഡ് കുറയും. സ്പീഡ് വാട്ട് ഈസ് ദാറ്റ് യുണൈറ്റ്സ്? മുന്നോട്ട് നല്ലപോലെ സ്പീഡായിട്ട് പോകണമെങ്കിൽ ഒരുമിച്ച് പോകണം. ഓക്കെ, സോ ഒരു കോട്ട് ഉണ്ടായിരുന്നില്ല, ഇഫ് യു വാണ്ട് ടു ഗോ forward, go alone, but if you want to go far, go in a group. ഓക്കെ, സോ ഒരുമിച്ചായിട്ട് ആറ് വ്യക്തി ഒത്തിരി ദൂരം പോകാൻ പറ്റില്ല. ഒരുമിച്ചായിട്ട് ഒറ്റയ്ക്കായിട്ട് ഒത്തിരി ദൂരം പോകാൻ പറ്റില്ല, പക്ഷെ ഒരുമിച്ചായിട്ട് നമ്മൾക്ക് കുറേ മുന്നോട്ട് പോകാം. സോ ഞാൻ എൻ്റെ ഡിസിഷൻ ആയിരുന്നു ഈ വോട്ട് ചെയ്യുമ്പോൾ ടു പ്രിസർവ് ദ യൂണിറ്റി, ഈ സൊസൈറ്റിയുടെ യൂണിറ്റി, ഈ സൊസൈറ്റിയുടെ ഹാർമണി ഒരുമിച്ച് അത് മുന്നോട്ട് പ്രോഗ്രസീവ് ആവാൻ വേണ്ടി ആണ് എൻ്റെ ചിന്തയായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വോട്ട് ചെയ്തത്. സോ എൻ്റെ ഈ വോട്ടിംഗ് എക്സ്പീരിയൻസ്, എൻ്റെ പിന്നെ പഴയ കാലമുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ അനുഭവങ്ങൾ കൂടി എങ്ങനെയാണ് പോകുന്നത്, അതിനെക്കുറിച്ച് ഞാൻ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ സംസാരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ വോട്ടിംഗ് എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിരുന്നു. എനിക്ക് വളരെ
ഈസി ആയിട്ട് എല്ലാവരും വളരെ സഹായിച്ചു. വളരെ ഞാൻ കണ്ടത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ബൂത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഇലക്ഷൻ ആയത്. പ്ലസ് അത് മാത്രമല്ല, എനിക്ക് പോകുമ്പോൾ തന്നെ എന്നെ സഹായിച്ചു. എന്നെ എല്ലാ വിധത്തിൽ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഇത് ചെയ്തു വന്നു. പിന്നെ ആ എക്സ്പീരിയൻസ്, ഈ ഇലക്ഷൻ എക്സ്പീരിയൻസ് വലിയൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്ലസ് അത് മാത്രമല്ല, എൻ്റെ വോട്ടിംഗ് എഫക്റ്റ് കൂടി ഈ സ്റ്റേറ്റിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് തന്നെ ആയിരുന്നു. സോ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാനായിട്ട് ഈ വീഡിയോ ചെയ്തു. നിങ്ങളിലൂടെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോട്ട്സാണ്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ ഇനി വരാൻ വീഡിയോസിലെല്ലാം അതിനെ വെച്ചിട്ട് എൻ്റെ ഒരു തോട്ടുണ്ട്. ആ തോട്ടിൽ നിങ്ങളുടെ തോട്ടിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇനി ബെറ്റർ കണ്ടൻറ്റ്, ഒരു ഇൻഫർമേഷൻ, നോളജ് ആൻഡ് ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ ആ രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.